ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്നത്തെ റെസിപ്പി ഒരു സദ്യ വിഭവം തന്നെയാണ്. അതായത് വിഷുവിൻ്റെ സമയത്ത് പ്രത്യേകം ഉണ്ടാക്കാറുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതിന് ഞങ്ങളുടെ സൈഡിൽ പച്ചക്കടുമാങ്ങ എന്ന് പറയും. പച്ചക്കടുകും തേങ്ങ, മാങ്ങ, തൈരൊക്കെ ഒഴിച്ചിട്ട് ചമ്മന്തി പരുവത്തിലെടുക്കുന്ന സംഭവമാണ്. ഒരു പച്ചടിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് സംഭവത്തിന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചില സൈഡിൽ മാത്രമാണ് ഇത് കണ്ടിട്ടുള്ളൂ. അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതുകൂടെ പ്രസ് ചെയ്താലാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുക. ഈ റെസിപ്പി ഉണ്ടാക്കാൻ നമുക്ക് പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ വീട്ടിലുണ്ടാവും. ഞാനിപ്പോൾ ഒരു മാങ്ങയാണ് തപ്പിക്കൊണ്ട് വന്നേക്കുന്നത്. ഇതധികം ചെനയ്ക്കാത്ത മാങ്ങ വേണം, അതായത് പച്ച ചെള്ളു മാങ്ങയാണ് ഏറ്റവും നല്ലത്. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, ഇതൊന്ന് പൊട്ടിക്കട്ടെ. പൊട്ടിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പശ കൈമാവേണ്ട നോക്കണം കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഇതാ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്, നമുക്ക് തപ്പാം. ഞാൻ കുറേയൊക്കെ ഒരുവിധമൊക്കെ പൊട്ടിച്ച് വെച്ചു, ഫ്രിഡ്ജിലാക്കി വെച്ചു, കവറിലാക്കിയിട്ട്. എന്നാലും 2-3 ഒക്കെ ഉണ്ടാവും, നമുക്ക് തപ്പിയാൽ കിട്ടും. ഇപ്പോൾ 2 അല്ലെങ്കിൽ 3 പച്ചമുളക്, നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ പൊട്ടിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ പച്ചമുളകും കെട്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാ കണ്ടില്ലേ, അങ്ങനെ 2 പൊട്ടിക്കട്ടെ. ഇത് നല്ല ടേസ്റ്റുള്ളൊരു പുളിയുള്ളൊരു തൊടുകറി തന്നെയാണ്. അപ്പോൾ സദ്യയിൽ ഇലയിലൊക്കെ വിളമ്പുണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറി തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഈ പച്ചക്കടുമാങ്ങയ്ക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പക്ഷേ ചേർക്കണ ചേരുവകൾ കറക്റ്റായി ചേർക്കുക. കാരണം ഈ പുളി മുന്നിട്ട് നിൽക്കണ ഒരു സംഭവം തന്നെയാണ് ഇത്. എന്നാലും തൈരിൻ്റെ പുളിയും മാങ്ങയുടെ പുളിയും നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അതായത് പറഞ്ഞു വരുന്നത്, മാങ്ങയുടെ പുളി കൂടുതലാണെങ്കിൽ തൈര് കുറച്ചെടുത്താൽ മതി കേട്ടോ. ഇനി 1/4 മുറി തേങ്ങ ചിരവിയത്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, 1/4 ടീസ്പൂൺ പച്ചക്കടുക്. പച്ചക്കടുകാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം. പച്ചക്കടുക് 1/4 ടീസ്പൂൺ. പിന്നെ തൈര് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പുളിയുണ്ടോ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. മാങ്ങയും അതേപോലെ പുളിയുള്ള മാങ്ങയാണെങ്കിൽ പകുതി എടുത്താൽ മതി, പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ മുഴുവൻ എടുത്തോളൂ. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് അധികം പുളി വേണ്ട, അതുകൊണ്ട് ഒരു മാങ്ങ മുഴുവനും എടുക്കുന്നില്ല, കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുത്തു. എരിവുണ്ടോ നോക്കിയിട്ട് ബാക്കി ചേർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി തേങ്ങയും കടുകും കൂടിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വെള്ളം തൊട്ടിട്ടല്ല ഇത് അരയ്ക്കുന്നത്, തൈര് ഒഴിച്ചിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ പുളിയുള്ള തൈരോ പുളിയുള്ള മോരോ എടുക്കാം നമുക്ക്. അപ്പോൾ ഇത്തിരി കട്ടയാവണമെന്നേ ഉള്ളൂ. അപ്പോൾ തൈര് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ, കണ്ടില്ലേ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ നോക്കിയിട്ടേ കുറച്ച് കട്ടയായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് അരച്ച് കൊടുക്കാം. അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കുക. ഓരോരുത്തരെയും പുളിയും ഉപ്പൊക്കെ വ്യത്യാസമാണ്, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഉപ്പും പുളിയൊക്കെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ 1/4 ടീസ്പൂണാണ് ഉപ്പ് ഇട്ട് കൊടുത്തത്. ഇനി നന്നായിട്ട് അടച്ചിട്ട് അരയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചക്കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ്, അത്യാവശ്യം പുളി മുന്തി നിൽക്കുന്നുമുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ പച്ചക്കടുമാങ്ങ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ പച്ചടിക്ക് പകരമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കറികൾ കുറവുണ്ടെങ്കിൽ ഇലയിൽ വിളമ്പാൻ, അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാമല്ലോ. ഇടിപിടിന്ന് ഓടി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാത്തിനും തേങ്ങയൊക്കെ ചിരകം തന്നെയാണ്. അപ്പോൾ കുറച്ച് മാറ്റി വയ്ക്കുക, മാങ്ങ ഇടുക, തൈര് ഒഴിക്കുക, പച്ചക്കടുക് ഇടുക, ഉപ്പിടുക, പച്ചമുളക് ഇടുക, ഉണ്ടാക്കുക. ഇനിയും ഇതുപോലെയുള്ള എളുപ്പത്തിലുള്ള റെസിപ്പി ആയിട്ട് വേഗം തന്നെ വരാം കേട്ടോ. അപ്പോൾ പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, താങ്ക് യു.